എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വർഷക്കാലത്തെ ഓണഫലം ആണ് സംസാരിക്കുന്നത്. അതായത് ഈ ഒരു ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ നിങ്ങളുടെ ഫലം അശ്വതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. റീഡിങ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ പുതുവത്സര ഫലമാണ് പറയുന്നത്. ചിങ്ങമാസം മുതൽ അടുത്ത കർക്കിടകം വരെ ഒരു വർഷക്കാലം. Seven of Cups, Eight of Cups, Five of Wands, Six of Cups, Queen of Wands, 10 of Wands. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷമാണ്. ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 7 ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് ഫോൺസ് എനർജിയാണ്. അതേപോലെ തന്നെ 8 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടുന്ന സമയം എന്ന് പറയുമ്പോൾ ഒത്തിരി അവസരങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം. അപ്പോൾ അവസരങ്ങളെന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ ഒത്തിരി അവസരങ്ങൾ വരുമ്പോൾ ഏത് തിരഞ്ഞെടുക്കണം ഏത് തിരഞ്ഞെടുക്കരുത് എന്നുള്ളൊരു ചിന്തയുണ്ടാവും. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ടവസരം ഒരേ സമയം, അതായത് ഇപ്പോൾ ഒരു ജോലിയുടെ സാഹചര്യമാണ് വരുന്നതെങ്കിൽ ആ ജോലിയും അത് സൈഡായിട്ടൊരു ബിസിനസ്സും അങ്ങനെയുള്ള രണ്ടവസരങ്ങൾ ഒരേപോലെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടാവാം. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അവസരം മാത്രം കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ടാവാം. അപ്പോൾ അതിൽ നിന്ന് ഏത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത നിങ്ങളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനാകാം. പിന്നെ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു സ്വപ്ന ലോകത്തിൽ എന്ന പോലെ നിൽക്കുന്ന ഒരു സമയമാണ്. പലപ്പോഴും ഒരു നമ്മൾ പറയില്ലേ ഒരു ദിവാസ്വപ്നം, അതായത് കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ സ്വപ്നം കണ്ട് ആ ഒരു സ്വപ്ന കൊട്ടാരം പണിതിട്ടുണ്ടാവാം. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ടെംപ്റ്റേഷൻസ് ആണ്, അതായത് വേണമെന്നുള്ളത് നേടണമെന്ന്, അതായത് നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ ചാൻസസ് ഉണ്ട്. ഈ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ജോലി, അതായത് കരിയറും ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാവാം. അതല്ല ചില ആളുകളെ സംബന്ധിച്ച് ബന്ധങ്ങളാവാം. കാരണം ചില റിലേഷൻഷിപ്പും ചില വ്യക്തികൾ ആയിട്ട് നിങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അവരെ മറ്റുള്ളവർ പറയുന്നുണ്ടാവും ആ വ്യക്തി അത്ര നല്ലതല്ല, വളരെയധികം മറ്റുള്ളവരെ മുതലെടുക്കുന്ന അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് പോകുന്ന ഒരാളല്ല എന്നുള്ളത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. ഇതിനു മുമ്പുള്ള സിറ്റുവേഷനിൽ നിന്ന് അറിഞ്ഞിട്ടും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചില ആളുകളെന്ന് വെച്ചാൽ എല്ലാം അറിഞ്ഞിരുന്നാലും ആ വ്യക്തിയുടെ സ്വാധീനം അത്രത്തോളം ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ വരുമ്പോൾ എത്രയൊക്കെ സിറ്റുവേഷൻസ് പറഞ്ഞാലും എത്രയൊക്കെ ആരൊക്കെ പറഞ്ഞാൽ നിങ്ങൾ നേരിട്ട് അനുഭവിച്ചാൽ പോലും വീണ്ടും അതിലേക്ക് ചെന്ന് തലവെച്ച് കൊടുക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങൾ ഉറപ്പിക്കുമ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക, അതിലേക്ക് ആകർഷിക്കപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവോയ്ഡ് അങ്ങനെയുള്ള വ്യക്തിയായിട്ടുള്ള ഒരു കോൺഫ്രണ്ടേഷൻ അവോയ്ഡ് ചെയ്യുക. അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ടുള്ളൊരു എന്തെങ്കിലും സാഹചര്യങ്ങൾ വന്നാൽ പ്രവർത്തിക്കേണ്ടി വരികയാണെങ്കിൽ, ഇപ്പോൾ ജോലിയിൽ പ്രവർത്തിക്കേണ്ടി വരികയാണെങ്കിൽ പോലും പക്ക പ്രൊഫഷണലായിട്ട് നിർത്തുക. അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ടുള്ള അത് ഒന്ന് മാറ്റി മറ്റാരെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലേക്ക് അത് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അതേപോലെ ഓപ്പർച്യൂണിറ്റി വളരെയധികം സാധ്യതകൾ പറഞ്ഞു. മുന്നോട്ടേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ദിവാസ്വപ്നം കണ്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ്. 8 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ സമയം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ റിയലിസ്റ്റിക് ആയിട്ട് തിങ്കിക്കുക. അൺറിയലിസ്റ്റിക് ആണ് നിങ്ങൾ പലപ്പോഴും സൂചിപ്പിക്കുന്നത്. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുക. കാരണം എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഒരേപോലെ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് എടുത്തിട്ട് വേണ്ടാത്തത് വിട്ടുകളയുക. അപ്പോൾ വിട്ടുകളയുക എന്ന് പറയുന്നത് ഒരിക്കലും എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ചില ആളുകൾ റിലേഷൻഷിപ്പിലായിരിക്കും, എത്ര വർഷം കഴിഞ്ഞാലും അവർ പൂർണ്ണമായിട്ടത് വിട്ടുകളയാത്തത് കൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് വിട്ട് കളഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ സ്റ്റക്ക് എനർജിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കരിയർ ആണെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് എന്തായാലും നിങ്ങൾ തിരഞ്ഞെടുത്തു, ബാക്കിയുള്ളത് വിട്ട് കളയുമ്പോൾ നിങ്ങളത് പൂർണ്ണമായിട്ട് മനസ്സുകൊണ്ട് വിട്ട് കളഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ സ്റ്റക്കായി പോകും. അപ്പോൾ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്, ഇപ്പോൾ ഒരു ജോലി തിരഞ്ഞെടുത്തു മറ്റത് വിട്ട് കളഞ്ഞാൽ
തിരഞ്ഞെടുത്ത ജോലിയിൽ നിങ്ങൾക്ക് മുന്നേറാൻ പറ്റും. നിങ്ങൾ സ്റ്റക്കായി പോകും, നിങ്ങൾ ആ ഓൾഡ് റിയാലിറ്റിയിൽ നിൽക്കും. നിങ്ങൾക്ക് ആ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകുമ്പോൾ ഇപ്പോൾ കിട്ടിയത്, അതായത് കയ്യിലുള്ളത് കളയേണ്ടത് കളഞ്ഞു, കയ്യിലുള്ളത് പ്രാവർത്തികമാക്കാൻ നല്ല രീതിയിൽ പറ്റുന്നില്ല എന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ പ്രസൻറ്റ് ജോലിയെ ബാധിക്കാം. അപ്പോൾ ഇതിപ്പോൾ പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങളുടെ ചില ആളുകൾ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പഴയ ജോലിയിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും വിട്ടിട്ടില്ല മനസ്സുകൊണ്ട് എങ്കിൽ, അതുകൊണ്ടായിരിക്കാം നിങ്ങൾ പുതിയ ജോലിയിൽ പ്രശ്നങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ 8 ഓഫ് കപ്സ് ആൻഡ് 10 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. വളരെ ഇൻറ്റൻസ് ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞാൽ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, നിങ്ങൾ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മാറ്റം വരുന്നതാണ്, ജീവിതത്തിൽ ഷിഫ്റ്റാണ്. പിന്നെ അവസരങ്ങൾ പുതിയത് വരുമ്പോൾ അവസരങ്ങൾ തേടിയുള്ള യാത്ര, വിദേശവാസവും വിദേശ യാത്രകൾ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്, വിദേശത്തേക്ക് ചേക്കേറി പോകുന്നത്. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ ടേക്കിംഗ് ഓൺ ടു മച്ച് എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ് നിങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഓപ്പർച്യൂണിറ്റി, നിങ്ങളുടെ ബേർഡൻസ് പലതും വിട്ടുകളയാനുള്ള അവസരം നിങ്ങളിലേക്ക് വരികയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നൊരു സമയമാണ്. അപ്പം ഇതൊക്കെ തീരുമാനിച്ച് മുന്നോട്ടേക്ക് പോയാൽ ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഈ ഒരു വർഷം എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ, പ്ലാനിങ്ങിൻ്റെ സമയമാണ്. മുന്നോട്ടേക്ക് വരുന്ന വർഷങ്ങളിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ വർഷത്തിൻ്റെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നതനുസരിച്ചിട്ട് ഇരിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ, ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങൾ എന്താണോ നിങ്ങൾക്കുള്ളത്, അത് നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ഉത്തരവാദിത്തങ്ങൾ, നിങ്ങളെ ചുറ്റിപ്പറ്റിയുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. മറിച്ച് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് അതെല്ലാം തലയിൽ വെച്ചൊരു ബേർഡൻ ആക്കി കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് വളരെ നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ 5 ഓഫ് വോൺസ് ആൻഡ് ക്യൂൻ ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. കോമ്പറ്റീഷൻസ് ഉണ്ട് ചുറ്റിനും. ഇപ്പോൾ ജോലിയിലായിക്കൊള്ളട്ടെ, ഇവിടെ ചില റിലേഷൻഷിപ്പിലും കോമ്പറ്റീഷൻസ് കാണിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു പ്രണയത്തിലായിരിക്കും. അപ്പം നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തിക്ക് എന്തോ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നു. അതായത് മറ്റൊരു ബന്ധം, ഒരു അറേഞ്ച് മാരേജ് ആയിട്ട് ആ ഒരു വ്യക്തിയുടെ വീട്ടുകാർ ആലോചിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ പറയുന്നൊരു സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും നിങ്ങൾ പ്രണയത്തിലായിട്ടുള്ള വ്യക്തി ആ ഒരു ചാഞ്ചാട്ടം അവിടെ കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ വേണം, പക്ഷേ വീട്ടുകാരിങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ, ആ രീതിയിൽ എപ്പോഴും നിങ്ങളോട് കമ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള ബന്ധം, അതായത് എപ്പോഴും ഇങ്ങനെ ആട്ടമുള്ള റിലേഷൻഷിപ്പിലൊരു നിങ്ങൾ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി, അല്ലെങ്കിൽ നിങ്ങളാണ് പ്രയോറിറ്റി എന്നുള്ളൊരു ചിന്തയില്ലാതെ നിങ്ങളൊരു ഓപ്ഷനായിട്ട് വയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ആ വ്യക്തിയോട് വളരെ പ്രണയം, അഗാധമായിട്ടുള്ള പ്രണയമായിരിക്കാം. പക്ഷേ ആ വ്യക്തി നിങ്ങളെ അങ്ങനെയല്ല കാണുന്നതെങ്കിൽ അത് മുന്നോട്ടേക്ക് പോയി, ഇപ്പോൾ നിങ്ങളൊരു വിവാഹം കഴിച്ച് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഡിസാസ്റ്റർ ആയിരിക്കും. അപ്പോൾ അത് ഇപ്പോഴേ അതിൽ നിന്ന് മാറിയാൽ അത്ര ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ട. പക്ഷെ അത് നിങ്ങൾക്ക് എളുപ്പമല്ല എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. എളുപ്പമല്ലായിരിക്കാം. ലൈഫ് ഈസ് നോട്ട് ഈസി, ലൈഫ് ഈസ് നെവർ ഈസി. അപ്പോൾ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. അതിനനുസരിച്ച് 6 ഓഫ് കപ്സ് എനർജി ആൻഡ് 7 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഒന്ന് നേടുമ്പോൾ മറ്റൊന്ന്, നമ്മളിപ്പോൾ പറയാമല്ലോ, ഒരു കാര്യം നേടാൻ ത്യാഗം സഹിക്കേണ്ടി വരെങ്കിൽ മറ്റൊന്ന് നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി എന്താണോ അത് നേടാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മനസ്സമാധാനം കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും നേടുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് വേറെ എന്തെങ്കിലും നേടുന്നുണ്ടോ എന്നുള്ളത് ആലോചിക്കുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന ആ ഒരു എനർജി. അപ്പോൾ അത് ഒന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ലൈഫിൽ നിങ്ങൾ എന്താണോ ചിന്തിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ നേടാൻ ചിന്തിച്ചത് അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ചില ആളുകൾ സംബന്ധിച്ചിടത്തോളം ഒരു സ്പിരിച്വലി വളരെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. പിന്നെ സ്പിരിച്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആത്മീയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സന്ദർശനങ്ങൾ, കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള വ്യക്തികളെ കാണുന്നുണ്ടാവും. അതിനുള്ള ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് നിന്ന് അവർക്ക് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷനിൽ സേവ ചെയ്യുന്നതോ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ മാനസികമായിട്ട് ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള ആ ബുദ്ധിമുട്ട് അതിലൂടെ മാറുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു അവസരം വരികയാണെങ്കിൽ അതിൽ ആ ഒരു തീരുമാനത്തിലേക്ക് പോവുകയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പല ടെൻഷൻസും പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റും, പല തീരുമാനങ്ങളും
തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പറ്റുന്ന ഇതാണ്. കരിയറിൽ പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പിലെ കാര്യങ്ങൾ, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് കോമ്പറ്റീഷനാണ്, ഹെവി കോമ്പറ്റീഷനാണ്. അപ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ സ്മാർട്ടായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് പോകാൻ വിദ്യാഭ്യാസപരമായിട്ട് വിദേശ പഠനം, എൻട്രൻസ് എക്സാംസ്, കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, വെറുതെ ഇരുന്നാൽ ഒന്നും നടക്കില്ല. പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ച്, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ ലൈഫിൽ ഇനി ഒന്നുമില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ നിന്ന് മാറി ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക. ചില വിട്ടുകളയേണ്ട കാര്യങ്ങൾ, മറ്റുള്ളവരെക്കുറിച്ച് ചില നെഗറ്റീവ് ചിന്തകളുണ്ടാവാം മനസ്സിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്തത് വിട്ടുകളഞ്ഞ് മുന്നോട്ടേക്ക് പോയാൽ ജീവിതം അസ്വസ്ഥമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.